ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ നമ്മുടെ സ്കീമയും ഡാറ്റയായിട്ട് ഫുള്ളി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. കമ്പനി ടു യൂസേഴ്സും യൂസേഴ്സ് ടു കമ്പനിയും നമുക്ക് എങ്ങനെ ഡാറ്റ എടുക്കാം എന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് സിൻടാക്സ് ആണ്. കൊറിയുടെ സിൻടാക്സ് വെച്ചിട്ട് എങ്ങനെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ സിൻടാക്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കടക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോഴും നമ്മൾ എഴുതിയ കൊറി എന്ന് പറഞ്ഞാൽ ഒരു ബ്രേസസ് ഇട്ടിട്ട് എന്നിട്ട് കമ്പനി ഐ ഡി ഉണ്ട്, എറർ കാണിക്കുന്നുണ്ട്. കനോട്ട് ഫീൽഡ് കമ്പനി ഓൺ റൂട്ട് കൊറി ടൈപ്പ്. റീലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എറർ പോയി. റീലോഡ് ചെയ്തപ്പോൾ എറർ പോയിരുന്നു. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കമ്പനി ഉണ്ട്. കമ്പനിയുടെ ഐ ഡി നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഡാറ്റ കിട്ടുക, ഐ ഡിയിൽ വെച്ചിട്ട് എന്തൊക്കെ ഡാറ്റ കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ നമ്മൾ ഇനി എന്താ വെച്ചാൽ നമുക്ക് ഈ സിൻടാക്സ് കുറച്ചുകൂടി മോഡിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊറിന്ന് ആഡ് ചെയ്യാം. QUER കൊറി എന്ന് പറഞ്ഞിട്ട് കൊടുത്താലും നമുക്ക് ഡാറ്റ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. ഈ കൊറി യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊറിക്ക് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഫൈൻഡ് കമ്പനി എന്നുള്ളൊരു പേര് കൊടുത്തു കൊറിക്ക്, എന്നിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കൊറിയുടെ പേര് ഫൈൻഡ് കമ്പനി എന്നാണ്. ഓക്കെ, ഇതൊരു നെയിമിംഗ് കൊറി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൊറി കീവേഡ് ആഡ് ചെയ്യുന്നത്. ഇത് ഇവിടെ യൂസ്ഫുൾ അല്ല ഗ്രാഫിക്കലിൽ, പക്ഷേ നമ്മൾ ഈ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ കൊറീസ് എഴുതുമല്ലോ, ആ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലൊരു 20-30 കൊറീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ കൊറിക്കും നമ്മൾ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊറി വേറെ എവിടെയെങ്കിലും നമ്മുടെ കോഡിൽ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പേര് വെച്ച് വിളിച്ചിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ യൂസ്ഫുൾ അല്ല, ഫ്രണ്ട് എൻഡിലാണ് യൂസ്ഫുൾ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഡിഫറെൻറ്റ് കൊറീസ് ഉണ്ടെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം. നമ്മുടെ ആപ്ലിക്കേഷനിൽ എവിടെ വേണമെങ്കിലും റീയൂസ് ചെയ്യാം, പേര് വെച്ച് വിളിച്ചാലും മതി. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് യൂസ്ഫുൾ അല്ല, ഗ്രാഫിക്കലിൽ ഇത് യൂസ്ഫുൾ അല്ല, ഫ്രണ്ടിലാണ് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഈ കൊറി കീവേഡ് ഉള്ളത്. ഞാൻ കൊറി എടുത്ത് മാറ്റണം. ഇപ്പോൾ നമുക്ക് ബ്രേസസ് വെച്ച്, സോ കൊറി കീവേഡിന് ഞാനിപ്പോൾ ഐഡിയ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത്. ഇനി നമുക്ക് ബ്രേസസ് വയ്ക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ഈ ഓവറോൾ കൊറി ഉണ്ടല്ലോ, ഇത് നമ്മൾ എവിടേക്ക് അയക്കുന്നത് വെച്ചാൽ റൂട്ട് കൊറി ടൈപ്പ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ റൂട്ട് കൊറി ടൈപ്പിലേക്ക് പോകും. സോ നമ്മുടെ സ്കീമ ഫയൽ ഓപ്പൺ ചെയ്താൽ റൂട്ട് കൊറി ടൈപ്പ് വരും. ഓക്കെ, ഈ റൂട്ട് കൊറി ടൈപ്പിൽ നിന്ന് നമുക്ക് കമ്പനി ഫീൽഡ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ, കമ്പനി ഫീൽഡ് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കമ്പനി ഫീൽഡിൽ നിന്ന് നമുക്ക് വെച്ചിട്ട് നമുക്ക് കമ്പനി ഡീറ്റെയിൽസ് കിട്ടും നമുക്ക്. ഓക്കെ, സോ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഞാനത് കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത്. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ കമ്പനീസ് ചോദിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനത് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് പേഷായിട്ട് ഞാനൊരു 2 നൽകാം. ഓക്കെ, ഞാൻ 2 എഴുതി. സോ എനിക്കിവിടെ ഒരു എറർ വരുന്നുണ്ട്. ആക്ച്വലി നമുക്ക് മൾട്ടിപ്പിൾ കൊറീസ് എഴുതാം, മൾട്ടിപ്പിൾ കമ്പനീസ് ഫൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. പക്ഷേ അതിനെന്താ വെച്ചാൽ നമുക്കൊരു എറർ വരുന്നുണ്ട്. അത് എന്താ എറർ എന്ന് വെച്ചാൽ ഈ കമ്പനി ഫീൽഡ് കണ്ടോ, ആ ഡ്യൂപ്ലിക്കേറ്റാണ് വരുന്നത്. ഇവിടെയും കമ്പനി ഉണ്ട്. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് എറർ വായിച്ച് മനസ്സിലും ഫീൽഡ്സ് കമ്പനി കോൺഫ്ലിക്റ്റ് ബിക്കോസ് ദേ ഹാവ് ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് ഫീൽഡ് കമ്പനി കോൺഫ്ലിക്റ്റ് ദേ ഹാവ് ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ്. യു യൂസ് ഡിഫറെൻറ്റ് ആലിയസ് ഓഫ് ദി ഫീൽഡ് ടു ഫെച്ച് ബോത്ത് ഇഫ് ദാറ്റ് വാസ് ഇൻറ്റൻഷണൽ. സോ നമ്മൾ ഇൻറ്റൻഷനലി ഇത് കൊടുത്തു എന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്താ, വേറെ ഒരു ഏലിയസ് വെച്ചിട്ടോ അങ്ങനെ എടുക്കാനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതിന് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ, കൊറിയുടെ റിസൾട്ടിന് നമ്മൾ പേര് കൊടുക്കും. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ ആപ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇവിടെ എനിക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ റിസൾട്ടിന് ഞാനിവിടെ പേര് കൊടുത്തു ആപ്പിൾ, ഇതിൻ്റെ റിസൾട്ടിന് ഞാൻ എന്താ പേര് കൊടുത്തു, ഗൂഗിൾ എന്ന് പറഞ്ഞു കൊടുത്തു. മുമ്പ് ഇങ്ങനെ വന്നിരുന്നത് കമ്പനി എന്ന് വന്നിരുന്നത്. ആക്ച്വലി ഇവിടെ നമ്മൾ കമ്പനി എന്ന് മാത്രം കൊടുത്താൽ വേറെ എന്താ ഇഷ്യൂ വരിക എന്ന് വെച്ചാൽ നമുക്ക് റെസ്പോൺസിന് വരുന്ന കണ്ടോ ഡാറ്റ കമ്പനി എന്ന് മാത്രം. സോ ഇതേ പ്രോപ്പർട്ടി പിന്നെയും താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കില്ല, ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എടുക്കില്ല. ഇപ്പോൾ നമ്മൾ മുമ്പ് എഴുതിയ പോലെ ഓക്കെ ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പോൾ കമ്പനി പ്രോപ്പർട്ടി തിരിച്ചിങ്ങനെ താഴത്ത് കമ്പനി എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റില്ല. കാരണം ഒരു പർട്ടിക്കുലർ കീ ഉണ്ടല്ലോ ഒബ്ജക്റ്റിൻ്റെ, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ്, അതൊരു റീസണാണ് ആക്ച്വലി ഇത് സെയിം കീവേഡ് കൊടുക്കാൻ പാടില്ല എന്നാണ്. സോ അതിന് നമ്മൾ നേരത്തെ ഇതേപോലെ ഞാൻ പേര് കൊടുക്കും റിസൾട്ടിന്, എന്താണ് റിസൾട്ട് വേണ്ടതെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ റൺ ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലാവും ആപ്പിളും വന്നു ഗൂഗിളും വന്നു. ഇറ്റ്സ് ഓക്കെ. ഈ 2 കമ്പനി എന്ന് പറഞ്ഞാൽ വരില്ല നമുക്കിവിടെ. ഇപ്പം ഞാൻ ആപ്പിളും ഗൂഗിളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കമ്പനി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കമ്പനി എടുക്കില്ല. കാരണം ഡ്യൂപ്ലിക്കേറ്റ് അടിക്കണം. ഒരേ പ്രോപ്പർട്ടി സെയിം പ്രോപ്പർട്ടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒബ്ജക്റ്റിൽ. സോ അതൊരു ഇഷ്യൂ ആണ്, എററാണ്.
സോ അതുകൊണ്ട് നമ്മളെന്ന് വെച്ചാൽ വരുന്ന റിസൾട്ടിന് പേര് കൊടുത്തിട്ട് നമുക്ക് കൊടുത്തു. ഇനി എനിക്കിപ്പോൾ ഒരു റീനെയിം ചെയ്യേണ്ട, എനിക്ക് താഴത്തെ റീനെയിം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ ഗൂഗിൾ എടുത്ത് മാറ്റിയിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, കണ്ട ആപ്പിൾ കമ്പനി. സോ ഈ പേര് കോമണാ, കമ്പനി എന്ന് പറഞ്ഞ ഒറ്റ യൂണീക്കാണ്. ഐ മീൻ ലൈക്ക് ഒരു കമ്പനിയേ ഉള്ളൂ, ഇവിടെ ആപ്പിളാണ് വരുന്നത്. സോ വെവ്വേറെ പ്രോപ്പർട്ടിയാണ്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഞാൻ ഗൂഗിളിൽ നിന്ന് തന്നെ കൊടുക്കും, കാരണം ചെയ്യുമ്പോൾ ഇത്തിരി പ്രോപ്പറായിട്ട് ചെയ്താൽ ബെറ്റർ ആയിരിക്കുമല്ലോ. സോ അതുകൊണ്ട് ഞാനിവിടെ ആപ്പിളും ഗൂഗിൾ എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കൊറീസ് ചെക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൊറിയയുടെ ഉള്ളിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ ID നെയിം ഡിസ്ക്രിപ്ഷൻ, ഇവിടെ എന്താ ID നെയിം ഡിസ്ക്രിപ്ഷൻ. സോ ഇത് ഡ്യൂപ്ലിക്കേഷനാണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ വേറൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ആക്ച്വലി 3 പ്രോപ്പർട്ടി ഉള്ളൂ കമ്പനിക്ക്. ഇപ്പോൾ കുറേ പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു 10-20 പ്രോപ്പർട്ടി ഉണ്ടെന്ന് വയ്ക്കുക. ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ ഫൗണ്ടഡ് ഇയർ, ഷെയർ പ്രൈസ്, IPO, എംപ്ലോയി കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ വരുമല്ലോ. കണ്ടമാനം പ്രോപ്പർട്ടീസ് വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കറൻ്റ് ഇവിടെ 3 പ്രോപ്പർട്ടി ഉള്ളൂ, ഇവിടെ 3 പ്രോപ്പർട്ടി ഉള്ളൂ. ഇപ്പോൾ പ്രോപ്പർട്ടി ഒരു 10-15 ഒക്കെ വരികയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവിടെയാണ് നമ്മൾ കൊറി ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതൊരു പുതിയ ടോപ്പിക്കാണ്, നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതാണ് കൊറി ഫ്രാഗ്മെൻറ്റ്. അതെന്താണെന്ന് വെച്ചാൽ, കൊറി ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു ലിസ്റ്റായിരിക്കും, അതെങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ആക്സസ് ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് ഇല്ലേ, ഇത് ഫോർ എക്സാമ്പിൾ ID നെയിം ഡിസ്ക്രിപ്ഷൻ, ഇവിടെ അതിൻ്റെ ഒരു ലിസ്റ്റായിരിക്കും കൊറി ഫ്രാഗ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഡിഫൈൻ ചെയ്താൽ കുറച്ചും കൂടി മനസ്സിലാവും, കോഡിങ് വരുമ്പോൾ മനസ്സിലാവും. സോ അതാകുമ്പോൾ കൊറി ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ 3 ലൈക്ക് വേറെ N നമ്പർ ഓഫ് കൊറീസ് ഉണ്ടെന്ന് വിചാരിക്കുക, അവിടേക്ക് ഇതേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്, 10-15 പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. സോ അതിനാണ് നമ്മൾ കൊറി ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ കൊറി ഫ്രാഗ്മെൻറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ എഴുതാണ് ഫ്രാഗ്മെൻറ്റ്. ഓക്കെ, കമ്പനി ഡീറ്റെയിൽസ് ഓൺ കമ്പനി. ഓക്കെ, എന്നിട്ട് പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്യും, ID നെയിം ഡിസ്ക്രിപ്ഷൻ. C ക്യാപ്സ് ആണ് വരിക, കമ്പനി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പ്രോപ്പർട്ടീസ് എടുത്തത്, കാരണം ഈ പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി ഫ്രാഗ്മെൻറ്റോളിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ ഗൂഗിളിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഫ്രാഗ്മെൻറ്റ് ഇവിടെ യൂസ് ചെയ്യും. അതെങ്ങനെ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ 3 dots കമ്പനി ഡീറ്റെയിൽസ്, ഇവിടെയും അതുപോലെ കൊടുക്കും 3 dots കമ്പനി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഡാറ്റ വരുന്നുണ്ട്. സോ സെയിം ഡാറ്റ തന്നെ നമുക്ക് കിട്ടുന്നത്. സോ ഇതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കോപ്പി പേസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ വർക്കൊക്കെ നമുക്ക് കുറച്ച് തരും. അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജാണ് നമ്മുടെ കൊറിയയുടെ ഉള്ളിലെ. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് കുറേ കൊറീസ് ഉണ്ട്, സെയിം പ്രോപ്പർട്ടീസാണ്, ആ കൊറീസിലൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ കോപ്പി പേസ്റ്റ് വർക്കാണ്, അതൊക്കെ നമുക്ക് കുറച്ച് തരും ഈ കമ്പനി ഡീറ്റെയിൽസ് പ്രോപ്പർട്ടി ഫ്രാഗ്മെൻറ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഫ്രാഗ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യരുത്. ഓക്കെ, സോ ഈ ഫ്രാഗ്മെൻറ്റ് നമുക്ക് ഇനി ചെക്ക് ചെയ്യാം നമ്മുടെ കോഡിൽ എന്താ ഇരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഈ ഫ്രാഗ്മെൻറ്റ് എങ്ങനെ വിളിച്ചതെന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റ് എന്ന് പറഞ്ഞ് എഴുതി കീവേഡ് യൂസ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ഈ ഫ്രാഗ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ പേര് കൊടുത്തു, എന്താണ് ഫ്രാഗ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ കറസ്പോണ്ടിങ് എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കമ്പനി ഡീറ്റെയിൽസ് ആണ്, ഇത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഞാൻ കമ്പനി ഡീറ്റെയിൽസ് കൊടുത്തു. ആൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ബോട്ടം അടുത്തത് എന്തിനാണെന്നുള്ളത്. ഓക്കെ, എന്തിനെ സ്പെസിഫൈ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കമ്പനിയാണ് സ്പെസിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇങ്ങനെ കമ്പനി കൊടുത്ത കാരണം എന്ന് വെച്ചാൽ GraphQL അത് ടൈപ്പ് ചെക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറയും ആ പ്രോപ്പർട്ടീസ് എല്ലാം അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, സോ ഞാനിവിടെ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാനിവിടെ യൂസറിന് എഴുതി. ഓക്കെ, യൂസറിന് എഴുതിയ എറർ വന്നു കണ്ടോ, യൂസർ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എറർ വന്നു ആക്ച്വലി. സോ ഈ പ്രോപ്പർട്ടീസ് എല്ലാം തെറ്റാണ്, അവിടെ എറർ വന്നിട്ടുണ്ട്, യൂസർ അല്ല എന്നുള്ളത്. സോ ഞാനിവിടെ കമ്പനി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ കറക്റ്റ് ചെയ്തു കമ്പനി തന്നെയാണ് വേണ്ടതെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ യൂസർ കൊടുത്ത് ഞാൻ പ്രോപ്പർട്ടീസ് വയ്ക്കും, ഈ പ്രോപ്പർട്ടീസ് അല്ലല്ലോ ഏജും ഫസ്റ്റ് നെയിം അല്ലേ വേണ്ടതെന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ചോദിക്കുന്നില്ല, എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാനിവിടെ യൂസറിന് കൊടുത്താലും രക്ഷയില്ല. ഓക്കെ, ഞാൻ തൽക്കാലം അതുകൊണ്ട് നമുക്ക് കമ്പനിയാണല്ലോ ആവശ്യമുള്ളത്, കമ്പനി ഡീറ്റെയിൽസ് ആണ്. സോ ഇവിടെ ടൈപ്പ് നമ്മൾ ചെക്ക് ചെയ്യാം, നമുക്ക് എന്ത് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യാം. നമുക്ക് കമ്പനിയാണ് വേണ്ടത്, അതുകൊണ്ട് ID, നെയിം, ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ട് എന്നിട്ട് ഈ കമ്പനി ഡീറ്റെയിൽസ്, ഈ പേര് ഫ്രാഗ്മെൻ്റിൻ്റെ പേരാണ് നമ്മൾ യൂസ് ചെയ്യുക കൊറിയയുടെ ഉള്ളിൽ. ഓക്കെ, എനിക്ക് ചെറിയൊരു ചുമയുണ്ടെന്ന്, സോ അതാണ് ഞാൻ അങ്ങനെ കഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോറി ഇത് ഇൻറ്ററപ്റ്റ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ ഐ എം സോറി, വെരി സോറി ഫോർ ദാറ്റ്. സോ ഇവിടെ ഞാനിപ്പോൾ നമ്മൾ കൊറി ഫ്രാഗ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കൊറി ഫ്രാഗ്മെൻറ്റ്. ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. അടുത്ത നമുക്ക് മ്യൂട്ടേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഞാൻ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.